Hi friends, welcome to the video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓർഡിനറി ഓക്സിലറീസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ലെസൺസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓർഡിനറി ഓക്സിലറീസ് ആണ്. ഓക്കെ, ഓർഡിനറി ഓക്സിലറീസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഓർഡിനറി ഓക്സിലറീസ് നോക്കാം. ഓക്സിലറീസ് എന്ന് പറയുന്ന സമയത്ത് 2 തരത്തിലുള്ള ഓക്സിലറീസ് ഉണ്ട്. ഓർഡിനറി ഓക്സിലറീസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ വീണ്ടും വാരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലുവൻസി ആണ്, ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് വൈഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രാമറൊന്നും എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഗ്രാമർ തീർച്ചയായിട്ടും പഠിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാമർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഗ്രാമർ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നോക്കാം. ഓർഡിനറി ഓക്സിലറി ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓർഡിനറി ടോട്ടൽ ഓക്സിലറീസ് ശരിക്കും 24 ഓക്സിലറീസ് ആണുള്ളത്. ഓർഡിനറി ഓക്സിലറീസ് 11 എണ്ണം, അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസ് വരുന്നത് 13 എണ്ണമാണ് വരുന്നത്. ടോട്ടൽ 24 ഓക്സിലറീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡിനറി ഓക്സിലറീസ് എന്ന് പറയുന്നത് ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് ആണ്. അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസ് വിൽ, വുഡ്, ക്യാൻ, കുഡ്, ഷോൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡയർ, നീഡ്, ഔട്ട്, ടു, യൂസ്, ടു എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഓർഡിനറി ഓക്സിലറീസ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓർഡിനറി ഓക്സിലറീസ് ഇതിന് മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിലറീസിൻ്റെ മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ എന്നും പറയാം. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഓർഡിനറി ഓക്സിലറീസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത് നോക്കാം. അപ്പോൾ നോക്കിയേ, ഓർഡിനറി ഓക്സിലറിയുടെ സ്പെല്ലിംഗ് മുതൽ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഓക്സിലറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്പെല്ലിങ് പെട്ടെന്ന് തെറ്റിപ്പോകാറുണ്ട്. ചില ടീച്ചേഴ്സ് പോലും ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗ്രാമർ എന്ന് പറയുന്ന അതിൻ്റെ സ്പെല്ലിംഗ് പോലും ചിലപ്പോൾ ടീച്ചേഴ്സ് തെറ്റി എഴുതാറുണ്ട്. GRAMMER എഴുതി പോകും. ഓക്കെ, ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് എന്താ GRAMMER അല്ലേ എന്ന് ചോദിക്കും. അല്ല, GRAMMAR ആണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓർഡിനറി ഓക്സിലറി എന്ന് പറയുന്ന സമയത്ത് ഓക്സിലറി എന്ന് പറയുമ്പോൾ LARY ആണെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല, LIARY ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓർഡിനറി ഓക്സിലറീസ് 11 എണ്ണമാണ് വരുന്നത്. ഒന്നാമത്തേതാണ് ഈസ് എന്ന് പറയുന്നത്. ഈസിൻ്റെ അർത്ഥം ആകുന്നു എന്നുള്ളതാണ്. അറിയാലോ, ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുന്നു എന്ന് തന്നെയാണ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും അർത്ഥം എന്താണ്? ആകുന്നു എന്നുള്ളതാണ്. ഈസ്, ആം, ആറ് അർത്ഥം വരുന്നത് ആകുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങൾ. ഈസ്, ആം, ആറിൻ്റെ അർത്ഥം വരുന്നത് ആകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈസ്, ആം, ആറ് മീനിങ് വരുന്നത് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് നമ്മൾ പറയില്ലേ. ഹീ ഈസ് മൈ ടീച്ചർ, ഹീ ഈസ് റൈറ്റിംഗ്, ഹീ ഈസ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ. ഐ എം ശ്രീജിത്ത്, ഐ എം റൈറ്റിംഗ്, ഐ എം സ്പീക്കിംഗ്, ഐ എം തിങ്കിങ്, ഐ എം ഡൂയിങ് എന്നൊക്കെ പറയില്ലേ. അതൊക്കെ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഓക്സിലറീസ് ആണ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ദേ വെച്ചിട്ടാണെങ്കിൽ ദേ ആർ ഗോയിങ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈസ്, ആം, ആറ് അർത്ഥം വരുന്നത് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. ഇതിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ് അല്ലെങ്കിൽ വേറ്. അർത്ഥം വരുന്നത് വാസിൻ്റെയും വേറിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, വാസ് അല്ലെങ്കിൽ വേറിൻ്റെ അർത്ഥം എന്നാണ് ആയിരുന്നു എന്നാണ്. അപ്പോൾ രണ്ടിൻ്റെയും സെയിം മീനിങ് ആണ്. തീർച്ചയായിട്ടും രണ്ടിൻ്റെയും സെയിം മീനിങ് ആണ്. സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാസും വേറും വയ്ക്കുന്നത്. ഹീ വാസ് എന്ന് പറയാം, ദേ വേർ എന്ന് പറയാം, ദേ വാസ് എന്ന് പറയില്ല. അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച്. ഓക്കെ, അടുത്ത ഡു, ഡസ് അർത്ഥം വരുന്നത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഡൂവിൻ്റെ അർത്ഥം സെയിം തന്നെയാണ് ഡസിൻ്റെ അർത്ഥം. ഓക്കെ, ഡു, ഡസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ പാസ്റ്റാണ് ഡിഡ് എന്ന് പറയുന്നത്. ഡിഡിൻ്റെ അർത്ഥം വരുന്നത് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം, ഡിഡ് വെച്ചിട്ട് പറയാം. ഡിഡ്, ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് അർത്ഥം വരുന്നത് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണ്? സെയിം ആണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഉണ്ട്, കഴിക്കുക എന്നുള്ള അർത്ഥം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. ഹാസ്, ഹാവ്, ഉണ്ട്. ഇനി ഹാഡ് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് 11 എണ്ണമാണ് നമ്മുടെ ഓർഡിനറി ഓക്സിലറീസ് വരുന്നത്. ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇത്രയാണ് നമ്മുടെ ഓർഡിനറി ഓക്സിലറീസ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഓർഡിനറി ഓക്സിലറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ റൂൾസ്? ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, അതായത് ഒരു സെൻറ്റൻസിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ഉണ്ടെങ്കിൽ, ഒരു സെൻറ്റൻസിൽ ഈസോ ആമോ ആറോ ഉണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ ING ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് വെർബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നത് റൈറ്റ്, തിങ്ക്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. സ്റ്റഡി, ഗോ, റൈറ്റ്, തിങ്ക് ഇതൊക്കെ എന്താണ്? വെർബുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഗോ എന്ന് മാത്രം പറയരുത്, ഹി ഈസ് ഗോ എന്ന് മാത്രം പറയരുത്. എന്ത് വേണം പറയാനായിട്ട്? ഹി ഈസ് ഗോയിങ്. ദേ ആർ റൈറ്റ് എന്ന് മാത്രം പറയരുത്. എന്ത് വേണം പറയാനായിട്ട്? ദേ ആർ റൈറ്റിംഗ്. ഓക്കെ, ഷീ ഈസ് സ്പീക്കിംഗ് എന്നുള്ള ING യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. യെസ്,
അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? വെർബിൻ്റെ കൂടെ, വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻസ് ആണ്. വെർബിൻ്റെ കൂടെ വെർബ് പ്ലസ് ING. വെർബിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? ING. സ്പീക്കിംഗ്, റൈറ്റിംഗ്, തിങ്കിങ്, ING യൂസ് ചെയ്യണം. ഓക്കെ, ഈസ്, ആം, ആർ, വാസ്, വേർ വന്നു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്ന സമയത്ത് വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്യണം. അടുത്ത കാറ്റഗറി ഓഫ് വേർഡ്സ് നോക്കിയേ, ഡു, ഡസ്, ഡിഡ്. ഇത് ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തൊരു വെർബ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് V1 എന്ന് പറയുന്ന ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെർബ് ഫസ്റ്റ് ഫോം കിട്ടിയോ? വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇനി അടുത്തത് പറയുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ളതാണ്. ഹാസ്, ഹാവ്, ഹാഡ് ഇത് ഒരു സെൻറ്റൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന വെർബിൻ്റെ വെർബ് തേർഡ് ഫോം ആണെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വെർബ് തേർഡ് ഫോം, വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം. ഓർഡിനറി ഓക്സിലേഴ്സ് 11 എണ്ണം ഉണ്ട്. ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആർ, വാസ്, വേർ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ ING വേണം. ഡു, ഡസ്, ഡിഡ് ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഹാസ്, ഹാവ്, ഹാഡ് ആണെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈസും, ആമും, ആറും, വാസും, വേറൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതുവരെ മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞു ഈസിനും ആമിനും ആറിനും സെയിം മീനിങ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു എന്നാണ്. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ആകുന്നു തന്നെയാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുന്നു എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ആകുന്നു അല്ലെങ്കിൽ ആണെന്നാണ് അർത്ഥം വരുന്നത്. ഇതെവിടെ യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ് ചെയ്യുന്നത് എല്ലാ സിംഗുലറിൻ്റെയും കൂടിയാണ്. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവരിബഡി ഈസ്. ആം യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെ മാത്രം? നമ്മൾ പറയില്ലേ ഐ ആം എന്ന് മാത്രമല്ലേ പറയുള്ളൂ. ഓക്കെ, ഹി ആം എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഐയുടെ കൂടെ മാത്രമാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത്. ആർ യൂസ് ചെയ്യുന്നത് ഐ ഒഴികെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലൂരൽ യു, ദേ, വി. നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലൂരൽസ് ഏതൊക്കെയായിരുന്നു? അയ്യോ ദേവി അല്ലേ? ഐ, യു, ദേവി. അതിൽ ഐ ഒഴികെ മറ്റുള്ള എല്ലാ പ്ലൂരൽസിനും ആറാണ് യൂസ് ചെയ്യുന്നത്. യു, ദേവി, യു ആർ, ദേ ആർ, വി ആർ. അപ്പോൾ നോക്കിയേ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവരിബഡി ഈസ്, ഐ ആം, ആൻഡ് യു ആർ, ദേ ആർ, വി ആർ. മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറി കഴിഞ്ഞ് വാസ് എവിടെ യൂസ് ചെയ്യും? വേർ എവിടെ യൂസ് ചെയ്യും? വാസിനും വേറിനും സെയിം മീനിങ് ആണ്. ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. വാസ് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ യൂസ് ചെയ്യാം. ഐ വാസ് ഇൻ ദുബായ്, ഞാൻ ദുബായിലായിരുന്നു. ഐ വാസ് ഇൻ ബോംബെ, ഞാൻ ബോംബെയിലായിരുന്നു. ഐ വാസ് ഇൻ തൃശ്ശൂർ, ഞാൻ തൃശ്ശൂരായിരുന്നു എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഐയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല എല്ലാ സിംഗുലേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, എവരിബഡി വാസ് എന്ന് പറയും. ഇനി വേർ എവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യു, ദേ, വി. ആറ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേർ യൂസ് ചെയ്യുന്നത്. യു, ദേ, വി. അടുത്ത ഡു ആണ്. ഡൂവിനും ഡസിനും സെയിം മീനിങ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഡു യൂസ് ചെയ്യുന്നത് എല്ലാ പ്ലൂരലിൻ്റെ കൂടെയാണ്. ഐ, യു, ദേവിയുടെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡു യൂസ് ചെയ്യാം. ഡസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തിൻ്റെ കൂടെയാണ്? സിംഗുലറിൻ്റെ കൂടെയാണ്. ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെയാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ഡിഡ് ആണ്. ഡിഡ് നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതായത് സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നോ പ്രോബ്ലം, നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പറഞ്ഞ ഹാസ് ആണ്. ഹാസ് യൂസ് ചെയ്യുന്നത് ഓൺലി വിത്ത് സിംഗുലർ ആൻഡ് ഹാവ് യൂസ് ചെയ്യുന്നത് ഓൺലി വിത്ത് പ്ലൂരൽ. ഹാഡ് നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. ഏതിനൊക്കെയാണ്? സിംഗുലറിന് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് പ്ലൂരലിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്? ഓർഡിനറി ഓക്സിലറീസ് ആയിരുന്നു. ഓർഡിനറി ഓക്സിലറീസ് ആണ് ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഈസ്, ആം, ആറിൻ്റെ അർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആണെന്നാണ്. വാസ്, വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. ഡു, ഡസ് പറഞ്ഞാൽ ചെയ്യാറുണ്ട് എന്നാണ്. ഡിഡ് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആർ, വാസ്, വേർ. ഈസ്, ആം, ആർ, വാസ്, വേർ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ ING വേണം യൂസ് ചെയ്യാനായിട്ട്. ഗോയിങ്, റൈറ്റിംഗ്, തിങ്കിങ് എന്നൊക്കെ. ഇനി ഡു, ഡസ്, ഡിഡ് ഒരു സെൻറ്റൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വെർബിൻ്റെ ഫോംസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സീരീസ് ഓഫ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഗ്രാമർ മനസ്സിലാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഫ്ലുവൻസി അച്ചീവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കാണാനായിട്ട് നോക്കുക. അടുത്ത് പറഞ്ഞു ഹാസ് ഹാവ് ഹാഡ് ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആൻഡ് അവസാനമായിട്ട് പറഞ്ഞത് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഓക്കെ, എവിടെയൊക്കെ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഓക്സിലറീസ് യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒന്നുകൂടി പറയാം, ഈസ് യൂസ് ചെയ്യുന്നത് സിംഗുലേഴ്സിൻ്റെ കൂടെയാണ്. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവരിബഡി ഈസ്. ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ മാത്രമാണ്, ഐ ആം. ആർ യൂസ് ചെയ്യുന്നത് യു, ദേ, വിയുടെ കൂടെയാണ്, യു ആർ, ദേ ആർ, വി ആർ. വാസ് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ യൂസ് ചെയ്യാം, ഐ വാസ്. പിന്നെ എല്ലാ സിംഗുലേഴ്സിൻ്റെയും കൂടെ യൂസ് ചെയ്യാം, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, എവരിബഡി വാസ്. വേർ യൂസ് ചെയ്യുന്നത് ആറ് പോലെ തന്നെ യു, ദേ, വി, യു ആർ, ദേ ആർ, വി ആർ. അടുത്ത ഡു ആണ്. ഡു യൂസ് ചെയ്യുന്ന പ്ലൂറലിൻ്റെ കൂടെയാണ്, ഐ ഡു, യു ഡു, ദേ ഡു, വി ഡു. ഓക്കെ, അതുപോലെ തന്നെ ഡസ് യൂസ് ചെയ്യുന്ന സിംഗുലേഴ്സിൻ്റെ കൂടെയാണ്, ഹി ഡസ്, ഷീ ഡസ്, എവരിബഡി ഡസ്, ഇറ്റ് ഡസ് എന്ന് പറയാം. ഇനി ഡിഡ് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും, ഐ ഡിഡ്, യു ഡിഡ്, ദേ ഡിഡ്, ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗുലറിൻ്റെ കൂടെ മാത്രമാണ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, എവരിബഡി ഹാസ്. അതുപോലെ തന്നെ ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറലിൻ്റെ കൂടെയാണ്, ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ് ആൻഡ് വി ഹാവ്. ഹാഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പ്ലൂറലിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ഓർഡിനറി ഓക്സിലറീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഒരൊറ്റ കാര്യം കൂടി പറയാം, ഈ എല്ലാ ഓർഡിനറി ഓക്സിലറീസും ഒരു സെൻറ്റൻസിൻ്റെ ആദ്യമാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓർഡിനറി ഓക്സിലറീസ് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യമാണ് വരുന്നതെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ നോക്കി, ഫോർ എക്സാമ്പിൾ ഹി ഈസ് എ ഡോക്ടർ. ഓക്കെ, ഹി ഈസ് എ ഡോക്ടർ, ഈസ് അല്ലേ ഓക്സിലറി. ഹി ഈസിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈസ് ഹി എ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബിൻ്റെ ഫോംസാണ്. V1, V2, V3 എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടുതലായിട്ട് എക്സാംസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൈൻഡിൽ കയറുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.